സീസൺ 4 വേദിയിൽ അതിമനോഹര ഗാനവുമായി സനിക എത്തുന്നു. കണ്ണടച്ച് നമ്മൾ കേൾക്കുമ്പോൾ മാധുര്യമ്മയാണോ അവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിന് വേണ്ടി പി മാധുര്യമ്മ ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത്. സ്വരം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പാടി ഒപ്പിക്കാം, പക്ഷെ ആകാരം വരുമ്പോഴാണ്. വേദിയിൽ അതിമനോഹര ഗാനവുമായി പാർവണക്കുട്ടി എത്തുന്നു. എവിടെ ഈ കുട്ടി എവിടെ പോയി കിടക്കുന്നത്? മയിലാടും കുന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും മാധുരിയും ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത്. ഇന്ന് ജോക്കർ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് നക്ഷത്രക്കുട്ടി എത്തുന്നത്. കേസ് ചിത്ര ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത്. ഇന്ന് അച്ചാണി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഐശ്വര്യ എത്തിയത്. ഇത് കേട്ട് ഉറങ്ങാൻ നോക്കും. സുശീലാമ്മ ആലപിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലപിക്കുന്നത്. അവരോഹണത്തിലാണ് പാട്ട് പോകുന്നത്. വേദിയിൽ ഇന്നലെ അരങ്ങേറിയ ഇവാൻകുട്ടിന്റെ പ്രകടനം കണ്ടാലോ? മോതിരം മാറണം. മൂടുപടം എന്ന ചിത്രത്തിലെ ഗാനം അതിമനോഹരമായാണ് താരം ആലപിച്ചത്. മെഹബൂബ് ആലപിച്ച ഗാനം അതിഗംഭീരമായാണ് താരം ആലപിക്കുന്നത്. കല്യാണം, വിവാഹം, ഗാന്ധർവിവാഹം എന്നൊക്കെ പറയുന്നതിന്റെ ബാക്കി കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കണ്ടാലോ? തുടർന്ന് രസകരമായ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത്. വേദിയെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ദ്രൗപദി കാഴ്ചവെച്ചത്. എടുക്കുന്നതിന്റെ എഫേർട്ട് ശരിക്കും കാണാനുണ്ട് ഇവിടെ. കനകസിംഹാസനം എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത്. ടോട്ടാലിറ്റി നോക്കുമ്പോൾ എം ജയചന്ദ്രനും സുജാത മോഹനും ആലപിച്ച ഗാനം അതിഗംഭീരമാക്കിയ താരത്തിന് എഴുന്നേറ്റുന്ന കൈയടിച്ചാണ് വിധികർത്താക്കൾ പ്രശംസിച്ചത്. ഡഗവരാളി എന്നുള്ള രാഗമൊന്നും അങ്ങനെ വലുതായിട്ട് പഠിച്ചു കാണാൻ വഴിയില്ല. അപ്പൊ അതിനകത്തുള്ള ചില പ്രയോഗങ്ങൾ അതിഗംഭീരമായിട്ട് പാടി. മോളൊരു നല്ല ജ്ഞാനം. സമ്മറിൻ ബദ്ലഹേം എന്ന ചിത്രത്തിലെ ഗാനവുമായി എത്തിയ മഹിപാൽ അതിമനോഹര പ്രകടനമാണ് വേദിയിൽ കാഴ്ചവെച്ചത്. സമ്മറിൻ ബദ്ലഹേം എന്ന ചിത്രത്തിന് വേണ്ടി ബിജു നാരായണൻ ശ്രീനിവാസും ആലപിച്ച ഗാനമാണ് താരം ആലപിച്ചത്.